എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ നമ്മുടെ കാവേരി യമുനയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അവിടുത്തെ പോലീസുകാരുടെ സമീപനം വളരെ മോശമാണ് കേട്ടോ. പക്ഷെ നമ്മുടെ കാവേരി വിട്ടുകൊടുക്കുന്നില്ല. പെട്ടെന്നാണ് ജയപാലൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ കാവേരി കാണുമ്പം പോലീസുകാരനോട് ചോദിക്കും, ഓ ഇവള് വീണ്ടും വന്നോ, എന്തേലും കള്ളക്കേസ് പറയാനായിട്ട് വന്നതായിരിക്കും സാറേ എന്ന് പറയണേ. അപ്പോഴത്തേക്ക് കാവേരി പറയും, അല്ല ഞാനിവിടെ വന്നത് കേസ് പറയാനാണെന്ന് ജയപാലൻ ഇത്ര ഉറപ്പുണ്ടോ എന്ന് ചോദിക്കാം. പെട്ടെന്നാണ് കാവേരിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന യമുനയെ കാണുന്നേ. യമുനയെ കാണുമ്പം ജയമാലിന് ചെറിയൊരു ഭയം തോന്നുന്നുണ്ട്. ഇവള് വിശാലിനെതിരെ കേസ് കൊടുക്കാനായിട്ട് വന്നതാണോ എന്നൊരു ചിന്ത വരിക. എന്താ സാറേ, ഇനി ഇവളുടെ അനിയത്തിയെങ്ങാനും എൻ്റെ മകൻ തട്ടിക്കൊണ്ടുപോയെന്നും പറഞ്ഞ് കള്ളക്കേസുമായിട്ട് ഇറങ്ങിയതാണോ ചേട്ടത്തി അനിയത്തിയും കൂടി എന്ന് ചോദിക്കാം. പെട്ടെന്ന് നമ്മുടെ കാവേരി പറയും, അല്ല ഞാൻ എൻ്റെ അനിയത്തിയുമായിട്ട് ഇവിടെ വന്നത് പരാതി കൊടുക്കാനാണെന്ന് സാറിനെന്താ ഇത്രയും ഉറപ്പ് എന്ന് ചോദിക്കുക. ഞാൻ വന്നത് എൻ്റെ അനിയത്തിക്ക് ഒരു പാസ്പോർട്ടിന് അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വേരിഫിക്കേഷന് വേണ്ടി വന്നതാ എന്ന് പറയാണ്. എന്തിനാണെന്നറിയാവോ, എൻ്റെ അനിയത്തിയെ ചന്ദ്രനിലേക്ക് അയക്കാനായിട്ട്. അല്ല, തൻ്റെ മകനെ പോലെയുള്ള ചെറ്റകൾ മാത്രമുള്ള ഈ ലോകത്ത് അവരിൽ നിന്നൊക്കെ സംരക്ഷിച്ച് എൻ്റെ അനിയത്തിയെ ഞാൻ ഇനി ചന്ദ്രനിൽ വെല്ലം കൊണ്ട് ഒളിപ്പിച്ച് വെക്കേണ്ടി വരുമല്ലോ അല്ലേ എന്ന് പറയണോ. ഓ നീ എന്നെ കളിയാക്കുമായിരിക്കും അല്ലേ എന്ന് ജയപാലൻ അപ്പം പറയാം. എൻ്റെ പൊന്ന് സാറേ, ഇവളിവിടെ വന്നിരിക്കുന്നത് എൻ്റെ മകനെതിരെ കേസ് കൊടുക്കാനൊക്കെയാണെന്ന് വ്യക്തമായിട്ട് അറിയാം. ഇവളുടെ അനിയത്തിയെ കാണാതായെന്ന് പറയുന്ന ദിവസം എൻ്റെ മകൻ ഈ ടവർ ലൊക്കേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. സാറിന് സംശയം ഉണ്ടെങ്കിൽ അവൻ്റെ ഫോൺ നമ്പർ പരിശോധിക്കാം. അതുമല്ല, അവനും കൂട്ടുകാരും കൂടി ഒന്ന് കറങ്ങാനായിട്ട് ഈ പരിസര പ്രദേശത്ത് കൂടിയൊക്കെ ഒന്ന് വണ്ടിയായിട്ട് പോയി. അത്ര തെറ്റ് എൻ്റെ മോൻ ചെയ്തിട്ടുള്ളൂ. ചുമ്മാ കള്ളക്കേസുമായിട്ട് ഇറങ്ങിയിരിക്കുക. അല്ല, എൻ്റെ അനിയത്തിയെ എന്നാ കാണാതായതെന്നും അവളെ ഒരാൾ കിഡ്നാപ്പ് ചെയ്തെന്നും ഞാൻ കൃത്യം ഡേറ്റ് ഇവിടെ പറഞ്ഞില്ലല്ലോ സാറേ. അല്ല, സാറിനെല്ലാം നേരത്തെ തന്നെ അറിയാവോ എന്ന് ജയപാലനോട് കാവേരി ചോദിക്കാം. ഞാനൊന്നും പറയാതെ തന്നെ ഇന്ന ദിവസം എൻ്റെ അനിയത്തെ കാണാതായെന്നൊക്കെ സാറിന് എങ്ങനെ അറിയാം എന്ന് ചോദിക്കാം. അപ്പം ജയപാലൻ അമ്മളി പറ്റിയതുപോലെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. ഇവനെ എന്തെങ്കിലും ഞങ്ങളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അന്ന് അവനെ രക്ഷപ്പെടുത്താനായിട്ട് താൻ ഇപ്പം തന്നെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണല്ലേ. ഇവൻ്റെ ഫോൺ നമ്പർ പോലും ട്രേസ് ചെയ്താൽ ഈ ടവർ ലൊക്കേഷനെ കിട്ടുന്ന രീതിയിലാക്കി എടുത്തല്ലോടോ താൻ എന്ന് പറയാം. എന്തായാലും തൻ്റെ ഈ പുന്നാര മോനെതിരെ കേസ് കൊടുക്കാനായിട്ടൊന്നും അല്ല ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്ന് പറയാം. അല്ല, ഇനിയിപ്പോൾ കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുകയും ഞാൻ ചെയ്യും. വിനീതേട്ടനെ ഇറക്കാനായിട്ട് ഞങ്ങൾ ഏതറ്റം വരെ പോകും എന്ന് പറയാൻ കേട്ടോ. അപ്പം കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണോ എന്നുള്ളൊരു ഭയം ജയപാലൻ ഉണ്ടാകും ും കാവേരിക്ക് മുന്നിൽ തോറ്റു കൊടുക്കാനുള്ള മടി കാരണം അയാൾ കാവേരിയോട് തർക്കിക്കുകയാണ്. നീ എന്ത് വേണമെങ്കിൽ ചെയ്യുക, എൻ്റെ മകനാണ് ഇവളെ തട്ടിക്കൊണ്ടു പോയത് എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ആൺകുട്ടികൾ വന്ന് വിളിക്കുമ്പം അവരുടെ പിന്നാലെ പോകുന്ന പെണ്ണുങ്ങളെ പറയുന്ന പേരെ എൻ്റെ നാട്ടിൽ വേറെയാ എന്ന് പറയാണ്. ജയപാലൻ സാറിന് അങ്ങനെ പലതും തോന്നും. പെട്ടെന്ന് നിവിൻ അങ്ങോട്ട് നമ്മുടെ വിശാലിൻ്റെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് വരിക. അത് കാണുന്ന SIക്ക് നല്ല ദേഷ്യം വരിക. രാജേശ്വരി മേഡത്തിൻ്റെ മകനാണ് നിവിൻ എന്നതുകൊണ്ട് മാത്രമാണ് നീ ചെയ്യുന്ന പല തോന്നിവാസങ്ങളും ഞാൻ കണ്ണടച്ചു വിടുന്നത്. നീ ഇവരുടെ കൂടെ കൂടി പല തോന്നിവാസങ്ങളും ചെയ്യുന്നുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാം. എപ്പോഴും നിന്നോട് ഞാൻ ആ സൗജന്യം കാണിക്കില്ല എന്ന് നിവിനോട് പോലീസുകാരൻ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും നിവിൻ പറയും, എനിക്ക് ആരുടെയും ഒരു ഔദാര്യം വേണ്ട സാറേ, ഞാൻ നീതിക്കെതിരായിട്ട് ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന് പറയാം. അല്ല, സാറെന്താ പറഞ്ഞത്, ഇവളുടെ അനിയത്തിയെ കടത്തിക്കൊണ്ട് പോയതിന് ഒരു തെളിവില്ലെന്നല്ലേ ഇവന്മാരിപ്പോൾ തത്ത പറയുന്നത് പോലെ അന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറയും അല്ലേടാ എന്ന് ആ പയ്യന്മാരോട് ചോദിക്കാൻ കേട്ടോ. അപ്പം നിവിൻ നല്ലത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേടിച്ച് വരച്ച് സത്യങ്ങളൊക്കെ വിളിച്ചു പറയാണ് അന്ന് എന്തൊക്കെ നടന്നു എന്നല്ലാവേ. യമുനയെ കള്ളം പറഞ്ഞ് മാർത്താണ്ഡത്ത് ഫാം ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതും അവിടെ റൂമിൽ പൂട്ടിയിട്ടതും അതിനുശേഷം ശാരീരികമായി ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവിച്ചതും തുടങ്ങി സകല കാര്യങ്ങളും തുറന്നു പറയാം. അത് കേൾക്കുമ്പോൾ തന്നെ ജയപാലന് നല്ല ഭയം തോന്നുന്നുണ്ട്. പെട്ടെന്ന് പോലീസുകാരൻ പറയും, ജയപാലൻ സാറേ, ഇത് കാര്യം കൈവിട്ടു പോകുന്ന കേസാ, പെണ്ണ് കേസാ. ദേ ഈ കാവേരി വേറെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്താൽ അവരത് എഴുതി മേടിക്കും. സാറിൻ്റെ മകനെ പിന്നെ മഷിയിട്ട് നോക്കിയ സാറിനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അവനെ കണ്ടു കിട്ടില്ല, ജയിലിലായിരിക്കും ശിഷ്ടകാലം. ചെറുക്കൻ്റെ ഭാവി പോകും. എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ആക്കി വിടുക നല്ലത് എന്ന് പറയാൻ കേട്ടോ. അപ്പം ജയപാലനും കാര്യങ്ങളുടെ ഗൗരവം ഏകദേശം മനസ്സിലായിട്ടുണ്ട്. പെട്ടെന്ന് കാവേരി പറയും, ഇനിയും SI സാറിന് എൻ്റെ അനിയത്തിയുടെ പരാതി സ്വീകരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ സാരമില്ല,
സാരമില്ല, സാറിൻ്റെ പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ ഇവിടുത്തെ അവസാനത്തെ നിയമം. ഞാൻ ഇതിന് മുകളിലും പോലീസുകാരും പോലീസ് സ്റ്റേഷനും ഒക്കെ ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി പരാതി കൊടുത്തോളാം. അവർ പരാതി സ്വീകരിക്കോ ഇല്ലയോ എന്ന് നോക്കട്ടെ. ഇല്ലെങ്കിൽ മാർത്താണ്ഡം തമിഴ്നാട് ബോർഡറല്ലേ, അവിടെ കൊണ്ടുപോയി ഞങ്ങൾക്ക് പരാതി കൊടുക്കാൻ അറിയാം സാറേ. അതുകൊണ്ട് സാറ് ഞങ്ങളെ കൂടുതൽ പേടിപ്പിക്കാനായിട്ട് നിൽക്കുമൊന്നും വേണ്ട. ജയപാലൻ്റെ കയ്യിൽ നിന്നും പൈസ എണ്ണി മേടിച്ച് അയാൾക്ക് പാദസേവ ചെയ്യുന്നതൊക്കെ കൊള്ളാം എന്നും കരുതി മറ്റുള്ളവരെ ഭയപ്പെടുത്തി ജീവിക്കാമെന്നൊന്നും സാറ് കരുതണ്ട. അങ്ങനെ ഭയപ്പെടുന്നവരല്ല ഈ കാവേരിയും കുടുംബവും എന്ന് കാവേരി പറയണം കേട്ടോ. പെട്ടെന്ന് പോലീസുകാരൻ ജയപാലനോട് പതിയെ മാറ്റി നിർത്തി പറയാം, ദേ ആ പെണ്ണ് രണ്ടും കൽപ്പിച്ച ജയപാല സാറേ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ചെയ്തോ എന്ന് പറയാണ്. മാർത്താണ്ഡത്തേക്കെങ്ങാനും പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താകുമെന്ന് ഞാൻ പറഞ്ഞറിയണ്ടല്ലോ. സാറിൻ്റെ കയ്യിൽ പദവിയോ കാശോ ഒന്നും കൊണ്ടും മകനെ പിന്നെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ആരുടെ കാല് പിടിച്ചാലും മകൻ പിന്നെ രക്ഷപ്പെടാനും പോകുന്നില്ല എന്ന് പറയാം. പെട്ടെന്ന് ജയപാലൻ കാവേരിയുടെ മുന്നിലേക്ക് കയറി നിൽക്കാം. നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കാം. അങ്ങനെ വഴിക്ക് വാ ജയപാല എന്ന് കാവേരി അപ്പോൾ പറയാണ്. തൻ്റെ മകൻ്റെ പേരിൽ കേസ് കൊടുക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. അത് തന്നെ പേടിച്ചിട്ടൊന്നുമല്ല, വെറുതെ പോലും എൻ്റെ അനീതിയുടെ പേര് തൻ്റെ മകൻ്റെ പേരുമായിട്ട് ചേർന്ന് വരാതിരിക്കാനാ. ആരെന്ത് തെറ്റ് ചെയ്താലും പെണ്ണുങ്ങളെ മാത്രം പഴിക്കുന്ന ഒരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ പെണ്ണിനൊരു നീതി ആണിനൊരു നീതി എന്നേ ആൾക്കാർ കാണത്തുള്ളൂ. തൻ്റെ മകൻ എത്ര ചെറ്റത്തരം ചെയ്താലും അവന് വെറുതെ ഇരിക്കാം. പക്ഷെ അതുപോലല്ല, എൻ്റെ അനീതിയുടെ ഭാവിയെയും ജീവിതത്തെയും അത് ബാധിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ തന്നെ പോലൊരുത്തൻ്റെ മകൻ്റെ പേരുമായിട്ട് എൻ്റെ അനീതിയുടെ പേര് ചേർന്ന് വരണ്ട. അതുകൊണ്ട് മാത്രം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വിനീതേട്ടനെ വെറുതെ വിടണം. വിനീതേട്ടനെതിരെ താൻ കൊടുത്ത കേസ് പിൻവലിച്ചാൽ ഞാനും കേസുമായിട്ട് മുന്നോട്ട് പോകില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ തീരുമാനം. എന്താ ജയപാലൻ ഇനി ആലോചിക്കണോ എന്ന് കാവേരി ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പം ജയപാലൻ അറിയാം വേറെ ഒരു വഴിയും തൻ്റെ മുന്നിലില്ലെന്ന്. ഇപ്പം താനൊന്ന് താന്നു കൊടുത്തില്ലെങ്കിൽ തൻ്റെ മകൻ്റെ ജീവിതം തന്നെ ഇവിടെ ഇല്ലാതാകും എന്നുള്ള ബോധ്യം ജയപാലന് നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ ജയപാലൻ അവിടെ സംയമനം പാലിക്കുക. എന്നിട്ട് പറയും, നിനക്കിപ്പോൾ വേണ്ടതെന്താ? ഇവനെതിരെ ഞാൻ കൊടുത്ത കേസ് പിൻവലിക്കണം. ഇത് തന്നെ നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, ഒന്നുമല്ലേലും അരവിന്ദൻ്റെ മക്കളല്ലേ, അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ഒരു സൗജന്യം ചെയ്യുന്നു എന്നും പറഞ്ഞ് ജയപാലൻ തോറ്റു കൊടുക്കാനുള്ള മടിയോടുകൂടി കേസ് പിൻവലിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി പറയും, ഇത് ഔദാര്യമൊന്നുമല്ല, ജയപാലൻ സാറിൻ്റെ മകൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് തനിക്ക് നല്ല പേടിയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് കാവേരി പറയാം. ഇപ്പം താൻ എൻ്റെ മുന്നിൽ ഒന്നും മുട്ടുമടക്കി. ഇത് തുടക്കം തന്നെ ആവട്ടെ. ഓരോ കാര്യത്തിനും താൻ ചെയ്തു കൂട്ടിയ നെറുകേടിനൊക്കെയുള്ള ശിക്ഷ തനിക്ക് ഞാൻ തരുന്നുണ്ട്. തൻ്റെ പിന്നാലെ തന്നെ കാണും ഈ കാവേരി എന്ന് കാവേരി ജയപാലനെ വെല്ലുവിളിക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ വിനീതാണെങ്കിൽ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ആളുണ്ടല്ലോ, പോലീസുകാർ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, ആ ആളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ചേട്ടാ, ഇനിയും നമുക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം എന്ന് പറയാണ്. ഞാനിവിടെ തന്നെയൊക്കെ ഉണ്ട്, ഇനിയും വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ജയിലിൽ വെച്ച് തന്നെ കാണാം എന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് പോകാനായിട്ട് തുടങ്ങാം. അതേസമയം നമ്മുടെ വിനീതാണെങ്കിൽ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്ന കാവേരിയും യമുനയും കൂടി വിനീതിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്താ വിനീതേട്ടാ, ഇവിടുന്ന് വരാനൊന്നും ഉദ്ദേശമില്ലേ എന്ന് ചോദിക്കുക. പിന്നെ ഇപ്പം തന്നെ നമുക്ക് പോയേക്കാം കാവേരി എന്ന് വിനീതപ്പം പറയാണ് കേട്ടോ. ഇതേസമയം വിശാലും ജയപാലനും കൂടി നിവിനെ പറ്റി സംസാരിക്കുകയാണ്. അല്ല, നിവിൻ ചേട്ടൻ പോയോ? അല്ലേലും ഈ നിവിൻ ചേട്ടൻ ചെയ്യുന്നത് ഒട്ടും ശരിയാകുന്നില്ല അച്ഛ എന്ന് പറയാണ്. അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഞാൻ ആക്കിയിട്ടുണ്ട്. അവൻ ഉടനെ തന്നെ ഒരു ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയാം. ആ ഇതും പോയെന്നാ തോന്നുന്നേ. നമ്മളെ അഭിമുഖീകരിക്കാൻ അവന് പേടി കാണും. പോയാലും എവിടെ വരെ പോകാൻ? ആ തയ്യൽക്കട വരെയല്ലേ അവൻ പോകുള്ളൂ. അവനുള്ളതൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് ജയപാലൻ അവിടെ നിന്ന് പറയാം. പെട്ടെന്നാണ് യമുനയും കാവേരിയും നമ്മുടെ വിനീതും കൂടി വരുന്നത് വിശാലും ജയപാലനും കാണുന്നേ. ഇവർ പോയില്ലായിരുന്നോ എന്നുള്ള രീതിയിൽ ജയപാലൻ അപ്പോൾ അവിടെ നിൽക്കുകയാണ്. എന്താ ജയപാലൻ സാറേ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകാൻ ഉദ്ദേശമൊന്നും ഇല്ലേ എന്ന് കാവേരി അപ്പം ചോദിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് യമുന വിശാലിൻ്റെ അടുത്തേക്ക് വരിക. വിശാൽ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാം. അപ്പം വിശാലാണെങ്കിലും മുഖം തിരിച്ചു നിൽക്കുകയാണ് കേട്ടോ. നീ എന്നെ ഒരല്പം പോലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ലായിരുന്നു എനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ എനിക്ക് നിന്നോടുണ്ടായിരുന്ന പ്രണയം അത് കളങ്കമറ്റതായിരുന്നു എന്നും പറഞ്ഞ് വിശാലിൻ്റെ ചെകിടത്ത് തന്നെ നോക്കി ഒരു നല്ല അടി കൊടുക്കുകയാണ് കേട്ടോ. ഇതെങ്കിലും തന്നില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്നോടുള്ള തരിമ്പ് സ്നേഹവേലും ഉണ്ടെങ്കിൽ അതെൻ്റെ നെഞ്ചിലിരുന്ന് കുത്തി നോവിക്കും. അതുകൊണ്ട് നിനക്ക് ഇത്രയെങ്കിലും ഞാൻ തരണം എന്നും പറഞ്ഞ് വിനീതിൻ്റെയും നമ്മുടെ കാവേരിയുടെയും കൈ പിടിച്ച് യമുന അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ പകയോടുകൂടി വിശാലും ജയപാലനും അവർ പോയ വഴിയിൽ നോക്കി നിൽക്കുക. അച്ഛ, അവൾ എന്നെ തല്ലി അച്ഛ എന്ന് പറയാം. നീ ഇപ്പോൾ ഒന്ന് അടങ്ങ്, അവരൊക്കെ ഇവിടെ തന്നെ നമ്മുടെ കാൽ കീഴിൽ തന്നെ വരുമടാ മോനെ എന്ന് ജയപാലൻ മകനോട് പറയാം. ഇതേ സമയം എല്ലാവരും നമ്മുടെ വിനീതിൻ്റെയും കാവേരിയുടെയും വരവിനായി കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം അവർ വരുന്ന കാണുമ്പം തന്നെ
വരികയാണ് നമ്മുടെ രാധമ്മയും അതുപോലെ തന്നെ ശാരദയും കൂടി. മോനെ, നിന്നെ അവർ ഉപദ്രവിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ? രാധമ്മ ചോദിക്കാം. ഏയ്, ഒരു കുഴപ്പമുണ്ടായില്ല അച്ചമ്മേ എന്ന് രാധമ്മയാണ് ചോദിക്കും. മോനെ വിനീതേ, പോലീസുകാർ നിന്നെ ഉപദ്രവിച്ചോടാ എന്ന് ചോദിക്കുക. ഒന്നും ചെയ്തില്ല രാധമ്മ, അവരെന്നെ ഒന്നും ചെയ്തില്ലെന്നേ, സമാധാനപ്പെട് എന്ന് പറയാ. നീ നിന്റെ മുത്തശ്ശനെ പോലെ ഒരു ധീരനാന്ന് തെളിയിച്ചിടാ. സ്വന്തം അനിയത്തിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് നീ ഇപ്പം പോലീസ് സ്റ്റേഷനിൽ പോലും കയറി ഇറങ്ങിയില്ലേ? നിന്റെ മുത്തശ്ശൻ മാധവേട്ടനും ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയാണ്. പെട്ടെന്ന് കാവേരി പറയും, അല്ല ഗംഗേച്ചി എവിടെ? വിനീതേട്ടൻ വരുന്നതും കാത്തിവിടെ ഇരുന്നിട്ട് വിനീതേട്ടനെ വന്നപ്പം ഗംഗേച്ചിയുടെ പൊടി പോലും ഇല്ലല്ലോ എന്ന് പറയാം. അവൾ മുറിയിലുണ്ട് മോളെ എന്ന് അപ്പം ശാരദ പറയൂട്ടോ. പെട്ടെന്ന് നമ്മുടെ ഗംഗ മുറിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഗംഗയും വിനീതും പരസ്പരം നോക്കുകയാണ് കേട്ടോ, പ്രണയത്തോടു കൂടി. അത് കാണുന്ന നമ്മുടെ നിളക്കുട്ടി പറയും, കണ്ടോ ഇപ്പം തന്നെ ഗംഗേജി വിനീതിനെ വന്ന് കെട്ടിപ്പിടിക്കും കണ്ടോ എന്ന് പറയാം. അത് കേൾക്കുമ്പം കാവേരി പറയും, ഒന്ന് പോടി, കുഞ്ഞി വായില അവളുടെ വലിയ വർത്താനം എന്ന് പറയാണ്. ദേ ഗംഗേജി ഇപ്പം ഇങ്ങോട്ട് വരും. എന്നിട്ട് ചോദിക്കും, വിനീതേട്ടാ ചായ എടുക്കട്ടെ എന്ന്. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് കാവേരി പറയൂട്ടോ. പെട്ടെന്ന് ഗംഗ വന്നിട്ട് ചോദിക്കും, വിനീതേട്ടാ ചായ എടുക്കട്ടെ എന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും കാവേരി നിളയോട് ചോദിക്കും, ഇപ്പം എങ്ങനെയുണ്ട് എന്ന് പറയാം. നമ്മുടെ ഗംഗേശിയിൽ നിന്ന് ഇതിലും അധികം പ്രതീക്ഷിച്ചതാ ഞാൻ ചെയ്തു പോയ തെറ്റ് എന്ന് നിളയപ്പം പറയാം. അത് കേൾക്കുന്ന കാവേരിയും യമുനയും കൂടി ചിരിക്കാണ് കേട്ടോ. നമ്മുടെ വിനീതിൻ്റെ തൊട്ടടുത്ത് തന്നെ രാധമ്മ ഇരിക്കുകയാണ്. മോനെ വിനീതേ, നിന്റെ മുത്തശ്ശനും ഇങ്ങനെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങും. പക്ഷെ പോലീസുകാർക്കൊക്കെ നിന്റെ മുത്തശ്ശനോട് വലിയ മതിപ്പായിരുന്നു. മാധവേട്ടൻ എന്ന് പറഞ്ഞാൽ അവർ തികച്ച് വിളിക്കില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു വരുമ്പം കൂടി ഒരു മുട്ടനാടിനെയും കോഴീനെയും ഒക്കെ അവർ കൊടുത്തുവിടും. അത് കേൾക്കുന്ന കാവേരി പറയും, എൻ്റെ പൊന്നു രാധമ്മേ, ഇങ്ങനെ കള്ളം പറയരുതേ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുമ്പം മുട്ടനാടിനെയും കോഴീനെയും കൊടുത്തുവിടാൻ അവിടെ എന്താ കച്ചവടത്തിന് പോയതായിരുന്നു മുത്തശ്ശൻ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോഴത്തേക്കും രാധമ്മ പറയും, നിനക്കറിയാഞ്ഞിട്ടാ, പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി ശരീരമൊക്കെ ഒന്ന് ഇളകി കാണുമല്ലോ. അപ്പം മാധവേട്ടൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി അവർ മാധവേട്ടനോടുള്ള സ്നേഹം കൊണ്ട് അതൊക്കെ കൊടുത്തയക്കുന്നതാ. വധുവായിട്ട് വന്നു കഴിയുമ്പം ഞാൻ എന്ത് ചെയ്യും? നല്ല ഒന്നാന്തരം ആട്ടുംകാലിട്ട് സൂപ്പ് വെച്ച് കൊടുക്കും. അതുപോലെ തന്നെ കോഴിയിറച്ചിയും ഉണ്ടാക്കി കൊടുക്കും. ഇതെല്ലാം കഴിച്ച് നിന്റെ മുത്തച്ഛൻ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മാധവേട്ടനെ നാട്ടിലൊരു ധീരനായിരുന്നു. കണ്ണൂരിൽ ചെന്നൊന്ന് അന്വേഷിച്ചാൽ മതി. ഇപ്പോഴും ആൾക്കാർ എൻ്റെ മാധവേട്ടനെ പറ്റി വാനോളം പുകഴ്ത്തി പറയും. നീ നിന്റെ മുത്തശ്ശനെ പോലെ തന്നെ ആയി വരുന്നുണ്ടടാ മോനെ എന്ന് പറയണേ. പെട്ടെന്നാണ് നമ്മുടെ ഗംഗ ചായയായിട്ട് വരുന്നത്. അപ്പം ചായയായിട്ട് ഗംഗ വരുമ്പം വിനീത് ഗംഗയെ തന്നെ നോക്കി നിൽക്കുക. ഗംഗയുടെ ശ്രദ്ധയും വിനീതിൻ്റെ മുഖത്ത് തന്നെയാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതെ രാധമ്മ വീണ്ടും വീണ്ടും അതോ ഇതും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിനീതിനോട്. പെട്ടെന്ന് വിനീതിനെ ശ്രദ്ധിച്ചുകൊണ്ട് വരുന്ന ഗംഗയുടെ കാലൊന്ന് തട്ടുകയാണ്. എന്നിട്ട് ചായ താഴെ വീഴുകയും ചെയ്യും. അത് കാണുമ്പോൾ അയ്യോ മോളെ എന്നും പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് ചെല്ലുക. അതൊക്കെ അവിടെ അവർ നോക്കിക്കോളും എന്ന് രാധമ്മ അപ്പം വിനീതിനോട് പറയാം. നീ ഇവിടെ ഇരിക്കുക, നിന്റെ മുത്തശ്ശനെ പറ്റിയുള്ള പല കാര്യങ്ങളും ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നിനക്കത് ഉപകാരപ്പെടും. ഇനിയും നീ ഒരു ധീരനെ പോലെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങണം. ഒന്നിനെയും ഭയക്കരുത്, എല്ലാത്തിനെയും തൻ്റെ ഇടത്തോടു കൂടി നീ നേരിടണം. നിന്റെ ധൈര്യത്തിന് മുന്നിൽ ഈ പുഷ്പവാടിയിലുള്ളവർ ഞെട്ടി നിൽക്കണം വിനീതേ. നിനക്ക് കൂട്ടിന് ഈ രാധമ്മ ഉണ്ടടാ എന്ന് പറയാണ് കേട്ടോ. എൻ്റെ പൊന്ന് രാധമ്മ, ഒന്ന് വെറുതെ വിട്, ഗംഗേച്ചിയുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലാനായിട്ടാ വിനീതേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് കാവേരി പറയാം. പെട്ടെന്ന് ഇപ്പം വരാ രാധമ്മ എന്ന് പറഞ്ഞ് ഗംഗയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ വിനീത്. എന്നിട്ട് പൊട്ടിപ്പോയ ചില്ലൊക്കെ പെറുക്കിയെടുക്കുക. ഗംഗയെ സൂക്ഷിച്ച് കൈ മുറിയും എന്ന് പറയാണ്. അത് കാണുമ്പോഴത്തേക്കും ഗംഗ ചിരിക്കുക. എന്നിട്ട് പറയും, ഏയ് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണെ. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോട് നിൽക്കുക. നമ്മുടെ ഗംഗയും വിനീതും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് ഒരവസരത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.